ഹലോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലഞ്ച് ബോക്സ് എന്തൊക്കെയാണ് നോക്കാം. അതിനു മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ എല്ലാ പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും ഒന്നോ രണ്ടോ ഹെയർ നരച്ചിരുന്നാൽ ഗ്രേ കളർ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ചാടിക്കേറി ഹെയർ ഡൈ ഉപയോഗിക്കാറുണ്ട്. അപ്പം ചിലവർക്ക് നരയ്ക്കുന്നത് ഒരു നാണക്കേടായിരിക്കാം, അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് അയ്യോ എണ്ണ ഇടാൻ ടൈം കിട്ടില്ല, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് ഒരു കുറച്ച് ക്രീം, അതായത് ഹെയർ ഡൈ എടുത്ത് ഇട്ടാലോ എന്ന് ഒക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇടാറുണ്ട്. പക്ഷേ അത് എത്രത്തോളം ദോഷമാണെന്നുള്ളത് ആർക്കും അറിയില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടകളിലൊക്കെ 30 രൂപയ്ക്ക് സാഷ മോഡൽ കിട്ടും. അപ്പോൾ സാഷ മോഡൽ കിട്ടുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 രൂപ അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അയ്യോ 30 രൂപയല്ലേ ഉള്ളൂ, നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചിടാം എന്ന് വിചാരിക്കും. പക്ഷേ നമുക്കിപ്പോൾ ഒന്നോ രണ്ടോ ഹെയർ ആണുള്ളതെങ്കിൽ നമുക്ക് എന്തെല്ലാം ഒന്നോ രണ്ടോ ഹെയറിൽ മാത്രമായിട്ട് നമുക്ക് ഇടാൻ പറ്റില്ല, ഹെയർ കളർ ഡൈ ചെയ്യാൻ പറ്റില്ല, കളറല്ല ഡൈ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അടുത്തുള്ള ഹെയറിലും കൂടെ ഈ ഡൈ ചെയ്യാം. ആ ടൈമിൽ അടുത്തിരിക്കുന്ന അതും അടുത്ത പ്രാവശ്യത്തേക്ക് നരയ്ക്കാൻ ചാൻസ് തുടങ്ങും. അങ്ങനെ ഫുൾ ഹെയർ ഒരു 6 മാസത്തിനകത്ത് ഫുൾ ഹെയറും ഗ്രേ ആവും, ഫുൾ നരയാം. അപ്പോൾ നമുക്ക് പിന്നെ ഹെയർ കളർ ഇല്ലാതെ നമുക്ക് പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇത് തന്നെ ഡെയിലി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം ആദ്യമൊക്കെ നമുക്ക് ഒരു മാസം ആയിരിക്കും, പിന്നെ അതൊരു 15 ദിവസം, പിന്നെ അതൊരു 10 ദിവസം, പിന്നെ ഡെയിലി ഇടാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഗ്രേ ഹെയർ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു 10ഓ 20ഓ ആണ് കാണുന്നെങ്കിൽ മാക്സിമം, അല്ലെങ്കിൽ ഒരു 100 ആയിക്കോട്ടെ, ഒരു 50 ആയിക്കോട്ടെ, 100 ആയിക്കോട്ടെ, മാക്സിമം നമ്മൾ ഹെയർ ഹെന്നയിട്ട് ഒതുക്കാൻ നോക്കുക. അത് നമുക്കൊരു 10 വർഷത്തേക്ക് നമുക്കത് മതിയാവും. ഹെന്നയിട്ട് ഒതുക്കുക. ഹെന്ന ഇടുന്ന പാടേ ഉള്ളൂ. ഹെന്ന ഇടുന്ന സമയത്ത് ഹെയർ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ഹെയർ സ്പായോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നും വരാത്ത രീതിയിൽ, ഡ്രൈ ആയി പൊട്ടാത്ത രീതിയിൽ ആയിക്കോളും. നിങ്ങൾ എവിടെ ലാഭം നോക്കുന്നോ ആ ലാഭം ഇരട്ടി നഷ്ടം ഉണ്ടാവാനാണ് ചാൻസ് ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഹെന്നയിട്ട് അതൊരു നമുക്ക് 1-2 മാസം നിൽക്കും, അയ്യോ ഡൈ ആവുമ്പോൾ നമുക്ക് വാങ്ങിച്ചിട്ടാ പോരേ എന്ന് വിചാരിക്കും. പക്ഷേ അത് നമ്മൾ തന്നെ നമ്മുടെ എന്താ പറയാ വേന എന്ന് പറയില്ലേ, നമ്മൾ തന്നെ നമ്മുടെ കുഴി തോണ്ടാന്ന് പറയും പോലെ ആണ് ഇത് ചെയ്യുന്നത്. അപ്പം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 50-ന് മുകളിലൊക്കെ ഒരു ഹെയർ ഗ്രേ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, അത് നമുക്ക് കറക്റ്റായിട്ട് എണ്ണാൻ 50 പറ്റൂല എങ്കിലും ഞാൻ പറയണത്, കളർ ചെയ്താൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് കിടക്കുകയും ചെയ്യും. കളർ എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആണ്. അത് മാത്രമല്ല അതിൻ്റെ ആ ഒരു കണ്ടന്റ് കുറവുമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നി കളർ ചെയ്യുക, ഡൈ ഒരിക്കലും യൂസ് ചെയ്യരുത്. മാക്സിമം ഹെന്ന ഉപയോഗിക്കുക. ഹെന്നയിൽ നിൽക്കാത്ത സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും കളർ ചെയ്യുക. മാക്സിമം ഹെന്നയിൽ ഒതുക്കുക. പിന്നെ അതിലും പറ്റിയില്ലെങ്കിൽ ഹെയർ കളർ ചെയ്യുക. ഡൈ ഒരിക്കലും യൂസ് ചെയ്യരുത്. അത് നിങ്ങൾക്ക് നാളൊരു സമയത്ത് കണ്ണിനായാലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് നമ്മൾ വേർക്കുന്ന സമയത്ത് ഒലിച്ച് താഴോട്ട് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് കണ്ണിനായാലും പുരുകത്തായാലും, ചിലർക്ക് പുരുകത്ത് നരയ്ക്കാറുണ്ട്, ചിലവർക്ക് ഇപ്പം ആണുങ്ങൾക്കാണെങ്കിൽ താടി, പിന്നെ എന്താണ് നമ്മുടെ മീശ, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മുടെ അല്ല ആണുങ്ങളുടെ മീശ ഒക്കെ പിന്നെ നരയ്ക്കാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്, ഈ ഡൈയുടെ ഇത് നമ്മൾ വേർക്കുമ്പോഴും ഓയിൽ ഇറങ്ങുമ്പോഴും അതിൻ്റെ കണ്ടന്റ് ഇറങ്ങിയിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഡൈ ഉപയോഗിക്കാതിരിക്കുക. മാക്സിമം ഹെന്ന ഉപയോഗിക്കുക. പിന്നെ നടന്നില്ല എന്നുണ്ടെങ്കിൽ കളർ ചെയ്യുക. പിന്നെ ഒരു ഡൈ ഉപയോഗിച്ച ഹെയർ ആണെങ്കിൽ കളർ ഫസ്റ്റ് ടൈം പിടിക്കാൻ വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യമേ തുടക്കത്തിൽ തന്നെ കളർ യൂസ് ചെയ്യണമായിരിക്കും നല്ലത്. നിങ്ങൾ ഇപ്പോൾ ഇതിന് എത്ര രൂപയാവും എന്ന് വിചാരിച്ചിട്ട് ഇത് നമ്മൾ സാഷ വാങ്ങിക്കുമ്പോഴത്തേക്കും കടയിൽ 30 രൂപയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ആരും ലാഭം നോക്കി ചെയ്ത് പിന്നെ ഇരട്ടി വിനയാവും. കാരണം അത് പിന്നെ ഒരു സാഷയിലൊന്നും നിൽക്കില്ല അത്രയ്ക്കും ഹെയർ. കാരണം ഞാനിപ്പോൾ കളർ ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം എങ്ങനെയാണ് ആ കളറിൻ്റെ ലാസ്റ്റിങ് എന്നും. അതിൽ കളർ പെർമനൻ്റ് ആണ്. നമ്മൾ അതായത് നമ്മൾ എവിടെയാണോ കളർ ചെയ്യുന്നത് ആ ഭാഗത്ത് നിങ്ങൾക്ക് ഇതുണ്ടാവത്തില്ല,
കളർ ഫെയ്ഡ് വരില്ല. പിന്നെ നമ്മളെ ഗ്രോത്ത് അനുസരിച്ച് നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കാം കേട്ടോ, കമന്റ് ഇട്ട് ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.